ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സമ്പത്ത് മനുഷ്യനെ തമ്മിൽ അകറ്റിയാണ്, സഹോദരങ്ങളെ തമ്മിൽ അകറ്റിയാണ്. ഇവിടെ ഇതാ സമ്പത്ത് വളരെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് ജീവിപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതാണ്, മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നതാണ്. ഇവിടെ സന്ദർഭം അറിയാം. ഇവിടെ പറയുകയാണ് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. സന്ദർഭം നമുക്കറിയാം. അബ്രഹാമും ലോത്തും സന്തോഷത്തോടെ ഒന്നിച്ചു കഴിയുകയാണ്. ഇങ്ങനെ സന്തോഷത്തോടെ ഒന്നിച്ചു കഴിയുമ്പോഴാണ് ഈ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടാകുകയാണ്. ഇങ്ങനെ ഇടയന്മാർ തമ്മിലുള്ള ഇടർച്ച, ഇടയന്മാർക്കിടയിലുള്ള ആ പ്രശ്നം കുടുംബത്തിലേക്ക് കലർന്നിട്ട് കുടുംബക്കാർ തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാനായിട്ട് ആ അബ്രഹാം സദുദ്ദേശത്തോടെ ലോത്തിനോട് പറയുന്നതാണ് നമുക്ക് ഭാഗം വെച്ച് പിരിയാമെന്ന്. അതായത് അബ്രഹാം അവിടെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ടല്ല, സദുദ്ദേശത്തോടെ. കാരണം എന്നും സ്നേഹവും സമാധാനം വേണം, കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു കഴിയണം, സ്നേഹത്തോടെ കഴിയണം. അതുകൊണ്ടാണ് പറയുന്നത് ആ ഇടയന്മാരുടെ പ്രശ്നം നമ്മൾ കുടുംബക്കാരുടെ ഇടയിലേക്ക് കടന്ന് നമ്മൾ തമ്മിൽ കലഹിക്കാതെ നമ്മൾ സമാധാനത്തോടെ ജീവിക്കണം. അതിന് ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് ഈ സമ്പത്താണ് നമ്മുടെ ഉള്ള പ്രശ്നം. അതുകൊണ്ട് അത് നമുക്ക് ഭാഗിക്കാമെന്ന് പറയാം. അപ്പം അങ്ങനെ സമ്പത്ത് ആ സ്വത്ത് വീതം വെക്കാനായിട്ട് തുടങ്ങിയാണ്. ഇങ്ങനെ സ്വത്ത് വീതം വെക്കാനായിട്ട് തുടങ്ങുന്ന അറിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ലോത്തിന്റെ ഭാര്യ ഈ ലോത്തിനോട് പറഞ്ഞിട്ടുണ്ടാകാം, എപ്പോഴും വല്യപ്പൻ പറയുന്നത് മാത്രം കേൾക്കാൻ പാടില്ല. വല്യപ്പൻ ആ അപ്പനാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ആ അപ്പൻ തരുന്നത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അപ്പൻ തരുന്ന എന്തെങ്കിലും, ആ വല്യപ്പൻ തരുന്ന എന്തെങ്കിലും മാത്രം വാങ്ങിച്ചുകൊണ്ട് വരാൻ പാടില്ല. മുന്തിയ സ്ഥലം നോക്കിയെടുത്തോണം, നീരൊഴുക്കുള്ള സ്ഥലം നോക്കിയെടുത്തോണം. അല്ലെങ്കിൽ അപ്പൻ മകനാണ്, അവൻ എന്തെങ്കിലും കൊടുത്ത് അവനെ മാറ്റാമെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കാമെന്ന് പറയും. അത് സമ്മതിക്കരുതെന്ന് പറഞ്ഞ് ഈ ലോത്തിന്റെ ഭാര്യ ഈ ലോത്തിനെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകാം. ഇപ്പുറത്ത് ഇവിടെ സാറ അബ്രഹാമിനോട് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പണ്ടേ ആ ചെറുക്കനോട് ഒരു വലിയ മൃദു സമീപനമുണ്ട്, അപ്പനില്ലാത്ത കുഞ്ഞായതുകൊണ്ട് എപ്പോഴും ചേർത്ത് നിർത്തി, അന്നേ ഞാൻ പറഞ്ഞാൽ വേണ്ടെന്ന്, അവൻ്റെ അപ്പം മരിച്ചു പോയപ്പോൾ തന്നെ നിങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതേവരെ കൊണ്ടു നടന്നു. ആ പയ്യൻ നിങ്ങളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്, എപ്പോഴും അവൻ പറയുന്നേ കേൾക്കൂ, അവൻ അപ്പനില്ലാത്ത മാനായതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. ഇക്കാര്യത്തെങ്കിലും അത് ഉണ്ടാവാൻ പാടില്ല. സ്വത്ത് ഭാഗം വെക്കുമ്പോൾ നമുക്കും മക്കളൊക്കെ വരും, അവർക്ക് വേണം, അതുകൊണ്ട് നല്ല സ്ഥലം തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് ഈ അബ്രഹാമിനെ സാറായും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകാം. എന്നാൽ ഇവിടെ ഇതാ അബ്രഹാം ചെയ്യുന്ന എന്താണെന്നറിയാമോ? സമാധാനകാംക്ഷിയായ, സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഈ അബ്രഹാം പറയുന്നത് ഈ തീരുമാനമെടുക്കുന്ന ലോത്തിന് വിട്ടുകൊടുക്കുകയാണ്. ലോത്തിനോട് പറയുകയാണ്, മകനെ നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കോളാം, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പോയിക്കോളാം. നീ എടുത്ത സ്വത്തിന് നീ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം തിരഞ്ഞെടുക്കുക, അതിന് ശേഷം മിച്ചം വരുന്ന മാത്രം എനിക്ക് മതി എന്ന് പറയുകയാണ്. എന്നാൽ ഇവിടെ ലോത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ലോത്ത് ഒരു പ്രാവശ്യം പോലും അബ്രഹാമിനോട് പറയുന്നില്ല, അപ്പച്ച അതല്ല, അപ്പച്ചനാണ് കാരണവര്, അപ്പച്ചൻ പറയുന്ന പോലെ കേൾക്കാം, അപ്പച്ചൻ ഭാഗം വെക്കുക, അപ്പച്ചന് ഇഷ്ടമുള്ളത് എനിക്ക് താ, അത് ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചുകൊണ്ട് സംതൃപ്തിയോടെ പൊക്കോളാമെന്ന് ഒരിക്കൽ പോലും ലോത്ത് പറയുന്നില്ല. കാരണം ലോത്ത് ഇവിടെ ഇതാ സമ്പത്തിൽ കണ്ടുവെക്കുകയാണ്, അവൻ മാമോനെ സ്നേഹിക്കുകയാണ്. നമുക്കറിയാം ലോത്ത് എന്ന് പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മകന് തുല്യമാണ്, മകനാണ്. കാരണം അബ്രഹാമിൻ്റെ അനുജനായ ഹാരാന്റെ പുത്രനാണ് ലോത്ത്. ലോത്തിന് അബ്രഹാം എന്ന് പറയുന്ന വല്യപ്പച്ചനാണ്, അതായത് അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠനാണ്, മൂത്ത ജ്യേഷ്ഠനാണ് അബ്രഹാം, അതായത് കാരണവരാണ്. ആ കാരണവർ പറയുന്നതാണ് എനിക്ക്, ആ കാരണവർ പറയുന്ന പോലെ മതി, എൻ്റെ വല്യപ്പച്ചൻ പറയുന്ന പോലെ എനിക്ക് കേട്ടാൽ മതിയെന്ന് അവൻ പറയുന്നില്ല. പറയുകയാണ്, ആ അബ്രഹാമിനോട് മറുത്ത് ഒരു വാക്ക് പറയുന്നില്ല. അപ്പച്ചൻ പറയുന്ന അതുപോലെ ഞാൻ കേട്ടോളാം, അപ്പച്ചൻ വീതം വെക്ക്, അപ്പച്ചൻ ഭാഗം വെച്ച് തരുന്ന വസ്തു മതി എനിക്ക് എന്ന ലോത്ത് പറയുന്നില്ല. അവിടെ കാണുന്നത് ലോത്ത് തലയുയർത്തി നോക്കി അവൻ നീരൊഴുക്കുള്ള സ്ഥലം കണ്ടു, അവനത് തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. ആ നീരൊഴുക്കുള്ള സ്ഥലം, സമതലമായ ഫലഭൂഷ്ടമായ സ്ഥലം മൊത്തം ലോത്ത് തിരഞ്ഞെടുത്തു. ബാക്കി മിച്ചമായത് ആ മൊട്ടക്കുന്നുകളും പാറകഷ്ണങ്ങളുമില്ല ആ തരിശു ഭൂമിയായിരുന്നു മിച്ചം വന്നത്. അതാണ് അബ്രഹാം എടുത്തത്. പക്ഷെ അബ്രഹാമിന് യാതൊരു വിഷമവുമില്ല, ആ സംതൃപ്തിയോടെ അവൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ സംതൃപ്തിയോടെ അവന് കിട്ടിയത് അതിൽ സന്തോഷിച്ച് അവൻ അന്ന് കിടന്നുറങ്ങി. അന്ന് രാത്രി രണ്ടുപേരും സമാധാനത്തോടെ ഇറങ്ങി. ലോത്തും കിടന്നുറങ്ങി,
ആ അബ്രഹാമും കിടന്നുറങ്ങി. ഒരാള് വെട്ടിപ്പിടിച്ചതിന്റെ സന്തോഷത്തിൽ കിടന്നുറങ്ങിയെങ്കിൽ ഇതാ ഒരാള് വിട്ടുകൊടുത്തതിന്റെ സന്തോഷത്തിൽ കിടന്നുറങ്ങി. എന്നല്ല പിന്നീട് കാണുന്നത്, വെട്ടിപ്പിടിച്ചവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കണ്ടില്ല എന്നുള്ളതാണ്. അവൻ ഒരിക്കലും സമാധാനം കാണാതെ അവിടെ പറയുന്നത്, ലോത്ത് തൻ്റെ കൂടാരം മാറ്റി മാറ്റി അടിച്ചു എന്ന് പറയുന്നത്. മാറ്റി മാറ്റി അടിച്ച് സോതോമിലെത്തിയെന്നാണ് പറയുന്നത്. ഒരിടത്തും അവന് സമാധാനത്തോടെ സ്വസ്ഥയോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. വെട്ടിപ്പിടിച്ചവൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അവൻ സമാധാനമില്ലാതെ അവൻ എന്നും മാറി മാറി താമസിക്കേണ്ടി വന്നു. കൂടാരം മാറ്റി മാറ്റി അടിച്ച് അവൻ ചെന്നെത്തുന്നത് സോതോമിലാണ്. സോതോം എന്ന് പറയുന്നത് മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത മൃഗതുല്യം ജീവിക്കുന്ന കുറെ മനുഷ്യരുടെ ഇടയിലേക്ക്, ദൈവത്തെ അറിയാത്ത ആ മനുഷ്യരുടെ ഇടയിലേക്കാണ് വെട്ടിപ്പിടിച്ചവൻ പോകുന്നത്. ഏറ്റവും ഒടുവിൽ നാം കാണുന്നത് ഈ ലോത്തും ആ സോതോമിനെ പോലെ മൃഗതുല്യമായി എന്നുള്ളതാണ്. ഇങ്ങനെ വെട്ടിപ്പിടിച്ചവന്റെ അനുഭവം ഇതാ ഏറ്റവും ഒടുവിൽ അവൻ മൃഗതുല്യം അവൻ്റെ സ്വന്തം പെമ്മക്കളിലൂടെ അവൻ ശയിക്കുന്നതാണെന്ന് കാണുന്നത്. അവന് മദ്യത്തിനടിമയായി ഇതാ വീഞ്ഞു കുടിച്ച് മത്തനായിട്ട് സ്വന്തം മക്കളിലൂടെ, സ്വന്തം പെൺമക്കളിലൂടെ അവൻ ശയിക്കുകയാണ്. അവൻ അമ്മ പെങ്ങന്മാരെ അറിയുന്നില്ല, അല്ലെങ്കിൽ പെൺമക്കളെ, നമ്മുടെ സ്വന്തം മക്കളെ അറിയുന്നില്ല. സ്വന്തം പെൺമക്കളെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത വിധം അവൻ അധപ്പതിച്ച് ഇതാ വെട്ടിപ്പിടിച്ചവന്റെ അനുഭവം ഇതാണ്, അവൻ മൃഗതുല്യമായി എന്നുള്ളതാണ്. എന്നാൽ ഇതാ വലതുവശത്ത് മറുഭാഗത്ത് നമുക്ക് കാണുന്നത് അബ്രഹാമിനെയാണ്. ആ തരിശൂന്യമായ സ്ഥലം മാത്രം കിട്ടി. അവൻ അതിൽ സന്തോഷിച്ച് അവൻ ആദ്യം ചെയ്തത് അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തിന് യാഗം കഴിച്ചു എന്നുള്ളതാണ്. അവൻ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് പറയുന്ന ഇതാണ്, നീ ചുറ്റുപാടും നോക്കിയേ, അത് മൊത്തം നിൻ്റെതാകും. പറയാണ്, ഈ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ സ്ഥലങ്ങളും നിനക്കുള്ളതാണ്, ഞാൻ നിനക്ക് തരുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നിട്ട് പറയുകയാണ്, ഈ ഭൂമിയിലെ പൂഴികളെ നോക്ക്, കടലിലെ മണത്തരികളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? അത്രമാത്രം നിനക്ക് പുത്രസമ്പത്ത് തരും. നീ ആകാശത്തിലേക്ക് നോക്ക്, നിന്റെ നക്ഷത്രങ്ങളെ കണ്ടോ, ആ നക്ഷത്രങ്ങൾ എണ്ണാൻ കഴിയുമോ? അത്രമാത്രം പുത്രസമ്പത്ത് തരുമെന്ന് പറയുകയാണ്. ഇതാ വെട്ടിപ്പിടിച്ചവൻ ഇതാ ശാപത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഇതാ വിട്ടുകൊടുത്തവൻ അനുഗ്രഹത്തിന്റെ ആ ഉന്നതിയിലേക്ക് അവൻ ഉയർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വെട്ടിപ്പിടിക്കുന്നവന്റെ അനുഭവം എന്നും ഇതായിരിക്കാം. അത് കൈക്കൂലി മൂലമായിരിക്കാം, സഹോദരന്റെ അതിര് മാന്തുന്നതാവാം, അപ്പനെയമ്മയും പറ്റിച്ചെടുത്തതാവാം, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതെ മുതലാളിമാരായിരിക്കാം, തൊഴിലാളിമാരെ പീഡിപ്പിക്കുന്നവരായിരിക്കാം, നിന്റെ അയൽവക്കാരനെ വേദനിപ്പിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വെട്ടിപ്പിടിച്ച കാശ് നിന്റെ ഉണ്ടോ, നീ ഒരിക്കലും സമാധാനം വരികയില്ല എന്നുള്ളതാണ്. നീ സമാധാനം വരാതെ ഈ ലോത്തിനെ പോലെ നീ മൃഗതുല്യം ജീവിക്കുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് ഇതാ സമ്പത്തിനെ നീ കൂടുതൽ ആശ്രയിച്ചത്. നമുക്ക് സമ്പത്ത് വേണം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ട്, അത്രമാത്രം മതി. അതിൽ കൂടുതലായാൽ മനുഷ്യനെയും സഹോദരങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്നതാണ് ഈ മാമോൻ. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, ഈശോ തമ്പുരാൻ പറയുന്നത്, നിനക്ക് രണ്ട് യജമാന്മാരെ സേവിപ്പാൻ കഴിയയില്ല. നിനക്ക് ഒരേ സമയം ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുന്നതല്ല. കാരണം ഈ മാമോൻ എന്ന് പറയുന്നത് സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ് ഈ മാമോൻ എന്ന് പറയുന്ന ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തിൽ നീ കണ്ണുവെച്ചാൽ ഇതേ അനുഭവം ഉണ്ടാവും, ലോത്തിന്റെ അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് വിട്ടുവീഴ്ചയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. അതായത് ഒരു വെട്ടിപ്പിടിക്കലിന്റെ അനുഭവമല്ല, പങ്കിടലിന്റെ അനുഭവമാവാം. മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഉള്ളത് സന്തോഷത്തോടെ ആദിമസഭയിൽ എല്ലാവരുടെയും പൊതുവകയായിട്ട് എണ്ണുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ എല്ലാവരും സമസൃഷ്ടികളാണ്, ദൈവം തന്നതാണ്, ഉള്ളതിൽ തൃപ്തിപ്പെടുവാൻ തക്കവണ്ണം കഴിയണം. മറ്റുള്ളവരുടെ തീരുമാനമെടുക്കുന്നതൊക്കെ കാരണവർക്ക് വിട്ടുകൊടുക്കുകയോ, അല്ലെങ്കിൽ എൻ്റെ അല്ല, എളിമയോടെ, അബ്രഹാമിൻ്റെ എളിമയോടെ സ്നേഹത്തിൽ സമാധാനത്തിൽ വസിക്കുവാൻ കഴിയണം. അതുകൊണ്ട് ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് അബ്രഹാമിനെ പോലെ നാം അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് വെട്ടിപ്പിടിച്ചവൻ്റെ അനുഭവം എന്ന് പറയുന്നത് ലോത്തിൻ്റെ അനുഭവവും ഇതാ വിട്ടുകൊടുത്തതിൻ്റെ അനുഭവം ഇത് അബ്രഹാമിൻ്റെ അനുഭവമാവും. അതുകൊണ്ട് വിട്ടുകൊടുക്കുന്നതിൻ്റെ അനുഭവത്തിലേക്ക്, പങ്കിടലിൻ്റെ അനുഭവത്തിലേക്ക്, അങ്ങനെയുള്ള ആത്മീയ ഔന്നത്യത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.